നീ റെഡിയാണോ? അപ്പൊ ഇന്ന് ഞായറാഴ്ച നമ്മള് പൊറോട്ടയും ബീഫ് വയ്ക്കാൻ തിരിച്ചു. അവിടെ നിന്ന് ഫെബി അപ്പുറത്തിരുന്ന് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബീഫ് വയ്ക്കാം. ഇപ്പൊ 4 തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പണി ആരംഭിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളിവിടെ 4, 5, 6, 7 സബോള എടുത്തിട്ടുണ്ട്. അപ്പൊ 2 കിലോ ബീഫിന് നമ്മള് 7 സബോളയാണ്. ഇത്രയും പേരത്ത് കുഞ്ഞുള്ളി എന്താ പറയാ, ചെറിയുള്ളി, ചുണ്ണിയുള്ളി ഇത്ര വേണം നമുക്ക്. ഇത്രയും പേരത്ത് ചുണ്ണിയുള്ളി അരിയണമേ. കഴുകിക്കോ. അഭിരാമി എത്ര കുറച്ച് പാത്രല്ലേ കഴുകാനുള്ളൂ? അഭിരാമി എല്ലാം കഴുകണം പാത്രം. ആരോടും പറയണ്ട. നമ്മളിപ്പോ ബീഫ് എവിടെ നിന്ന് കിട്ടിയത്? ബീഫല്ല, എന്താണ്? പോർക്ക്. പശു. മല്ലിയല ഡൗൺ സ്റ്റെയർസ്. ഇവിടെ കുറച്ച് നമ്മുടെ പശു എടുക്ക്. നമ്മള് ഡീമാർട്ടിന്ന് പറിച്ചെടുത്ത എല്ലാരും ഒറ്റ സാധനം പിടിക്കണ 10,000 പിന്നെ തക്കാളി 4 തക്കാളി എടുത്തു. പിന്നെ സവോള ഒരു 4-5 സവോള എടുത്തു. പിന്നെ കുറച്ച് കയ്യിൽ കിട്ടണ അത്രയും ഉള്ളി എടുത്തു. അതൊക്കെ നമ്മളെ അരിഞ്ഞ് ഡൈസ് ചെയ്തോടെ വെച്ചിട്ട് അടിപൊളിയില്ല സാധനം അടിച്ചേ. അതല്ല കൈ ഉണ്ടല്ലോ. 1 കുളു, 2 കുളു, 3 കുളു, 4 കുളു, 5 കുളു, 6 കുളു, 7 കുളു. ഇതൊക്കെ മതി. നമ്മളധികം എണ്ണ. ഇതിപ്പോ നമ്മള് 5 ഡൈസ്ഡ് ഓണിയനാണ് ഇടുന്നത്. 5 ഡൈസ്ഡ് ഓണിയൻ. ഈ നമ്മൾ എത്ര നേരം ഇരുന്ന് വാറ്റണം? എത്ര നേരം വാറ്റണം? പറ ഇങ്ങോട്ട് തിരി. നമ്മള് ഇതിങ്ങൊരു ബ്രൗണിഷ് ആവണ വരെ വഴറ്റണം. ഇത് 1 ടേബിൾ സ്പൂണോടെ. അപ്പൊ നമുക്കൊരു ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഞാൻ ഉദ്ദേശിച്ചത് പാട്ടില് വീഡിയോയിൽ പോയിട്ട് നല്ല ഹൈലൈറ്റ് ഡയലോഗ് മാത്രം എടുത്ത് കാണിക്കും. ഞാനിടും, ഇഷ്ടംപോലെ ഇടും. മാറ്റി വെച്ചാൽ മൂക്കിന്ന് വലിച്ച് വിളിക്കും. വയ്യാത്ത എന്നെ കൊണ്ട് തന്നെ നിനക്കൊക്കെ പണിയെടുപ്പിക്കണോ? അതെ, അതാ അങ്ങനെ ഒന്നില്ല കഴിക്കാം. കഥ പറയണ പറഞ്ഞ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? 2 hours later. നമ്മള് കുറച്ച് തക്കാളി എടുത്ത് ഇതിപ്പോ ബ്രൗണിഷായി വരുന്നുണ്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യും. എന്നിട്ട് നീ പറയാൻ വന്നേ. കുറച്ച് തക്കാളി എടുക്കാം, കുറച്ച് മിക്സർ എടുത്തിടാം. 1 കഷ്ണം മതി തരാം. ആ ബീഫ് എടുത്തല്ലോ. നമ്മൾ എടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചെയ്താലോ? ടൊമാറ്റോ സോസ്. ഓ വേണ്ട, നമ്മൾ നാച്ചുറൽ സോസ് എടുത്തിട്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ 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 സവോള കൂട്ടിനും ഉള്ളിക്കൂട്ടിനൊക്കെ. നമ്മൾ തക്കാളി ഇട്ടു. നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന്
ബ്രൗണിഷ് ആയിട്ട് നമ്മള് കുറച്ചെടുത്ത് തരാം. മഞ്ഞപ്പൊടി കുറച്ചിട്ടാ മതി കേട്ടാ. ഇങ്ങനെ ഉണ്ടാക്കിണ്ടെങ്കിൽ ഒരു കറി ഇടപെട്ട മുളക് പൊടി നമുക്ക് ഇത് കൂടുതൽ ഇടണം. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ. നമ്മളിപ്പോ ഒരു ടേബിൾ സ്പൂൺ നിറച്ചുകൊണ്ടിരിക്കുക. നല്ലോണം വേണം മുളക്. മല്ലിപ്പൊടി ആച്ചിയുടെ ഇടണം. ആച്ചിയുടെ ആച്ചി നമുക്ക് കുറച്ച് ഇതൊന്നുണ്ട്. അതും ഒരു 1/2 ടേബിൾ സ്പൂൺ. അതും ആച്ചിയുടെ തന്നെ നമ്മൾ സ്പോൺസർ ചെയ്തത് ആച്ചി. ഈ നാട്ടിലെല്ലാവർക്കും ബീഫ് വയ്ക്കാൻ അറിയാം. നമ്മള് വീഡിയോ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇതാണ് ആവശ്യമാണ്. അത് മതി. എന്തിനാ മോനെ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കമന്റിലൊന്നും എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന്. ആ സാധനം ഇട്ടോളൂ നോക്കാം. ക്രീമി ടെക്സ്ചർ കിട്ടി. എവിടെയോ കണ്ടു മറന്നു പോലെ. മറന്നൊക്കെ ഇടാൻ തേയിലൊക്കെ അങ്ങനെ എപ്പോഴും ഇടാൻ പറ്റില്ല. ഇതിനൊരു ടൈം ഉണ്ട്. കുറച്ചുകൂടി ഇട്ടോ. എന്തായാലും കുറെ ബാക്കിയുള്ളല്ലേ. നമ്മൾ കുക്കറിലേക്ക് മാറ്റും. ബീഫ് ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു. എന്തോരം നേരം എത്ര വിസിൽ അടിക്കേണ്ടി വരും നമ്മൾ ഏകദേശം? ഞാൻ ഉച്ചയ്ക്ക് വെച്ചപ്പോ ഒരു 10-15 വിസിലൊക്കെ അടിക്കുന്നത്. ഒരു 10 വിസിൽ അടിപ്പിക്കാം. 7 അടിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. അവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അടിക്കാം. കാരണം ബാംഗ്ലൂരത്തെ പശു അല്ലേ, അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അരപ്പൊക്കെ എടുത്ത് കുക്കറിലേക്ക് ഇടാൻ പോവാ. അരപ്പൊക്കെ എടുത്തിട്ട് കുക്കറിലേക്ക് അരപ്പെഗ് എടുത്തിട്ട് കുക്കറിലേക്ക് ഇടാൻ പോവാ. എന്താ ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. നമ്മൾ അടി തുടങ്ങാണ്. 10 വിസിലടിച്ചു. നമുക്കപ്പോ വീണ്ടും നമ്മുടെ സാധനം ചെയ്ത് തലയിട്ട് നോക്കിട്ട് പോണം. കുറച്ച് വെള്ളം ഒഴുകി. ചെയ്യണം. എടാ കുറച്ച് എണ്ണ ഒഴിക്കോ. അന്നേരം കുറച്ച് എണ്ണ വേണം. നമ്മൾ അധികം ബീഫിൽ അധികം എണ്ണ ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു ബക്കറ്റ് ഇത്ര ഒഴിച്ചാൽ മതി. കാരണം നമ്മളിനി ബീഫ് അതിന്റെ ക്വാണ്ടിറ്റി ഇപ്പൊ എത്ര പറയും? നീ എത്ര ml ഉണ്ടാവും? ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇനി ബീഫ് ഇടാം. മാറ്റി കേടാവും. ക്ലീൻ. നമ്മുടെ ഡിമാർട്ടിന് അവിടെ പോണ വഴിക്ക് നമ്മള് ഒരു പശുവിനെ കണ്ടു. നമുക്ക് അങ്ങോട്ട് പെരുത്ത് മുഹബത്തായി. അപ്പൊ തന്നെ വെട്ടി നമ്മ കുറച്ച് ക്ലീൻ ചെയ്തു. ബീഫ് എന്ന് കേട്ടു. എന്ത് ബീഫാ? മുഖത്തേക്ക് ചമ്മന്തി ഇറങ്ങി. ഇനി എത്ര കിലോ ബീഫ് നമ്മൾ ഇടണം? 2 kg ബീഫ്. 2 kg ബീഫാ? അതന്നെ. ഗുഡ് ബോയ്. പിന്നെ അങ്ങോട്ട് നല്ല ഇളക്കി ഇട്ടില്ല. അവനെ ഇളക്കണ ഡയറക്ഷനിൽ നീ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ ഫ്ലെക്സ് ചെയ്ത് നീ ഇങ്ങനെ ഇളക്കി വേണ്ട. ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് കയ്യൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് ഭയങ്കര മാസായി. ഇത് മുളക് നേരത്തെ എത്തിച്ചത് മല്ലിയില, വേപ്പില.
കുറച്ച് രൂപ മാറിയിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. നമുക്ക് ഈ മുളക് തൈലേക്ക് ഇടാം. ഓരോന്നായിട്ട് വയ്ക്കണ എല്ലാം കിട്ടാൻ ഉപ്പൊക്കെ നോക്കി വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടു. അപ്പൊ ഇങ്ങനെ അരച്ചു വയ്ക്കാം. ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെള്ളം തന്നെ വരുമോ? ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് വെള്ളം തന്നെ വരുമോ ഗ്രേവി? നെയ്യ് വരും, നെയ്യ് ഉണ്ടല്ലോ, ബീഫ്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണ്ട. കുക്കറിന് ചെറിയൊരു കംപ്ലീറ്റ് ഗൈസ്. ഇനി എത്ര നേരം വെക്കണം? ഒരു 6-7 വിസിൽ തുറന്നു നോക്കാം. വീണ്ടും വെക്കാം. ഓക്കെ. ഗ്യാസ് കളഞ്ഞ മേരി നീ. മണൽ കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിൽ അരികിൽ ചേർന്നണയാൻ ഇരു മനസ്സും കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരിയിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ ആളുവാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഇവിടെ ഞാൻ സ്ലോ മോഷനാ പാട്ടിടും. അപ്പൊ ബൈ, സൈനിങ് ഓഫ് ഫ്രം ബ്രിട്ടോളി.